മംഗലം ഗ്രൂപ്പിന്റെ ചെയർമാൻ സ്ഥാനം വസുന്ധരാന്റെ ഏറ്റെടുക്കും. അതിനു മുൻപേ എനിക്ക് ഈശ്വരമംഗലത്ത് നിന്ന് ഇറങ്ങേണ്ടി വന്നേനെ. അതുണ്ടാവാതിരിക്കാൻ ആന്റിയും ആന്റിയുടെ മകനും എവിടെയുണ്ടെന്ന് എനിക്കറിയാമെന്നും അത് ജ്യോതിർമയോട് പറഞ്ഞു കൊടുക്കുമെന്നും പറഞ്ഞ് അയാളെ എനിക്ക് ഭീഷണിപ്പെടുത്തേണ്ടി വന്നു. ഗൗതമാണ് മകനെന്ന് അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അടങ്ങിയിരിക്കോ? അത്രയ്ക്ക് മണ്ടത്തരം ഞാൻ കാണിക്കുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? അയാൾക്ക് നിർമ്മലാന്റിയിൽ പിറന്നൊരു മകനുണ്ടെന്നും മകൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാമെന്നും അല്ലാതെ അതാരാണെന്ന് CKCയോട് ഞാൻ പറഞ്ഞിട്ടില്ല. ആന്റി എന്നോട് ക്ഷമിക്കണം. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നും എനിക്കൊരു മകനുണ്ടെന്നുള്ള കാര്യവും CKCക്ക് അറിയാവുന്നത് തന്നെയാ. എന്തായാലും ഗൗതമിന്റെ കാര്യം നീ പറഞ്ഞില്ലല്ലോ, പിന്നെ കുഴപ്പമൊന്നുമില്ല. ആ, ഇനി വേറൊരു സന്തോഷമുള്ള കാര്യം പറയട്ടെ. ഞാൻ ഡോക്ടറെ കണ്ടിട്ടാ ഇങ്ങോട്ട് വന്നത്. ഡോക്ടർ എന്ത് പറഞ്ഞു? ആന്റിയെ ഈ ഹോസ്പിറ്റൽ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതാ നല്ലതെന്നാ ഡോക്ടർ പറയുന്നത്. ഇതാണോ നല്ല കാര്യം? ഈ ആശുപത്രി വിട്ട ഞാൻ എങ്ങോട്ട് പോവാനോ മോളെ? വേറെ എങ്ങോട്ട് പോവാൻ? നമ്മൾ ഈശ്വരമംഗലത്തേക്ക് പോവും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആന്റിയെ ഈശ്വരമംഗലത്തേക്കാണ് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. അതെങ്ങനെ നടക്കും നിധി? ഞാൻ അവിടെ നിൽക്കുന്നത് പാർവതിക്ക് ഇഷ്ടമല്ലെന്ന് മോക്കറിയാവുന്നതല്ലേ? അത് കാരണമല്ലേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നതും? ആ എന്നെ അവിടേക്ക് തിരികെ കൊണ്ടു ചെല്ലാൻ പാർവതി സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിർമ്മല ആന്റിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാർവതി അമ്മ തന്നെയാണ് എന്നോട് പറഞ്ഞതെങ്കിലോ? ഞെട്ടണ്ട, ഞാൻ പറഞ്ഞത് സത്യമാണ്. പാർവതി അമ്മ അതിന് സമ്മതിച്ചു. എങ്ങനെ? അത് ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. പായസം ഉണ്ടാക്കാൻ കൂടെ കൂട്ടണേന്ന് പറഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഇന്ന് എന്റെ മോനും മരുമോളും ഒരു വലിയ വിജയം നേടിയ ദിവസാ. അതിന്റെ മധുരം ആദ്യം നിനക്ക് തന്നെ തരണോന്ന് കരുതി വീട് മൊത്തം തന്നെ തിരക്കി നടക്കുകയായിരുന്നു. ഇതാ പിടിക്ക്. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? ഒരിക്കലും കിട്ടുമെന്ന് കരുതാത്തൊരു പ്രോപ്പർട്ടി നമ്മളിന്ന് സ്വന്തമാക്കി. പക്ഷെ അതിന്റെ പേരിൽ പോലും എനിക്കൊന്ന് സന്തോഷിക്കാനാവുന്നില്ലമ്മേ. എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം ഒന്നേ ഉള്ളൂ. ആശുപത്രിയിൽ കിടക്കുന്ന നിർമ്മലാന്റി. നീ വീണ്ടും ആ വിഷയം കുത്തിപ്പൊക്കൊണ്ട് വരികയാണ് നിധി. അതങ്ങനെ കുഴിച്ചുമൂടി കളയാൻ പറ്റുന്നൊരു വിഷയമല്ലമ്മേ. ഗൗതമിന്റെ അമ്മയാ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. എന്തിനാ അമ്മയെന്ന് പറഞ്ഞ് ഒതുക്കിയത്? പെറ്റമ്മ എന്ന് തന്നെ പറ. നിന്റെ ആഗ്രഹം ഇപ്പൊ അങ്ങനെയാണല്ലോ. എങ്ങനെയെങ്കിലും എന്നെ ഒരു മൂലയിലേക്ക് അങ്ങ് ഒതുക്കണം, എന്നിട്ട് ഗൗതമിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിർമ്മലയെ കൊണ്ടുവരണം. അതിനാണല്ലോ നീ ശ്രമിക്കുന്നത്. എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണത്. പിന്നല്ലാതെ, അങ്ങനെ ഒരു ചിന്ത നിനക്കില്ലെങ്കിൽ ഇങ്ങനെ സങ്കടം അഭിനയിച്ച് മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നീ എന്താ ഏത് സമയം അവളെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുന്നത്? അമ്മ പലവട്ടം എന്നോട് എന്ത് ചോദിച്ചാലും സാധിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഞാനൊരു കാര്യം ചോദിക്കാൻ പോവാ. അമ്മ അതിനെ സമ്മതിക്കണം. അത് എനിക്കൊരാഗ്രഹം. നിർമ്മലാന്റിയെ ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവന്നാലോ? നിർമ്മലാന്റിയെ ഇവിടേക്ക് കൊണ്ടുവന്നാലോ എന്നല്ല, നമുക്ക് കൊണ്ടുവരണോ അമ്മ? എന്തും പറയാമെന്നൊരു സ്വാതന്ത്ര്യം തന്നു എന്ന് കരുതി കാര്യങ്ങൾ അങ്ങ് തീരുമാനിക്കാൻ വേണ്ടി വളർന്നോ നീ? ഏതൊരാൾ ഈ വീട്ടിലേക്ക് ഇനി കടന്നു വരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ അവളെ തന്നെ കൊണ്ടുവരാൻ നീ അങ്ങ് തീരുമാനിച്ചല്ലേ? നിധി, നീ ഇനി തല കുത്തി മറിഞ്ഞാലും ഞാൻ അനുവദിക്കുന്നു നീ പ്രതീക്ഷിക്കണ്ട. പ്ലീസ് അമ്മ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. എനിക്കിനി ഒന്നും മനസ്സിലാക്കാനില്ല. ഗൗതം എന്റെ മോനാ. ആ സ്നേഹം മറ്റൊരാൾക്ക് കൊടുക്കുന്നത്
എനിക്ക് സഹിക്കാനാവില്ല, അത്രേ ഉള്ളൂ. അമ്മയൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു വളർത്തമ്മയായിട്ട് പോലും ഗൗതമിനോട് അമ്മയ്ക്ക് ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ ആ പെറ്റമ്മയുടെ മനസ്സ് ഇപ്പൊ എന്തുമാത്രം പിടയുന്നുണ്ടാവും. മരണത്തോട് മല്ലടിച്ച് ദിവസങ്ങൾ എണ്ണിക്കഴിയാണ് ആ പാവം. നൊന്ത് പ്രസവിച്ച മകൻ ഒരു അന്യനെ പോലെ കൺമുമ്പിൽ ചെന്ന് നിന്നിട്ട് തിരികെ പോരുന്നുണ്ട്. ഗൗതമിന്റെ നാവുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അമ്മയെന്നൊരു വിളി കേൾക്കാൻ ആ പെറ്റമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് തെറ്റ് പറയാൻ പറ്റുമോ? അതിനുവേണ്ടി നിർമ്മലാന്റെ എന്നോട് യാചിച്ചിട്ട് പോലും ഞാൻ വലുതായി കണ്ടത് ഞാൻ എന്റെ ഈ അമ്മയ്ക്ക് തന്ന വാക്കായിരുന്നു. ഇന്ന് വരെ ഗൗതമിനോട് ഞാൻ ആ സത്യം പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് ഗൗതമിനെ എല്ലാം അറിയിക്കണമെന്നല്ല. ഇനി ദിവസങ്ങൾ മാത്രമാണ് അമ്മയ്ക്ക് ആയുസ് ബാക്കിയുള്ളത്. ഒന്നും ആരെ അറിയിക്കണ്ട. സ്വന്തം മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയെങ്കിലും അവശേഷിക്കുന്ന നാളുകൾ നിർമ്മലാന്റിക്ക് സ്വന്തം മകനോടൊപ്പം നിൽക്കാൻ ഒരു അവസരം, അത് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. വേണമെങ്കിൽ ആശുപത്രിയിൽ നിന്നും നിർമ്മലാന്റിയെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കാം. പക്ഷെ മനസ്സെന്ന് പറയുന്നൊരു സാധനമില്ലേ? സത്യത്തിൽ നിർമ്മലാന്റി അനാഥയാണോ? അല്ലല്ലോ. അങ്ങനെ കൊണ്ടങ്ങ് കളയാൻ പറ്റുമോ? 10 മാസം ചുമന്ന് പ്രസവിച്ച ഒരു മകൻ ആ അമ്മയ്ക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കമ്മ. ഗൗതം ഒരു സത്യം അറിയരുതെന്ന് അമ്മ എന്നോട് പറഞ്ഞു. ഞാനത് പാലിക്കുന്നില്ലേ? ആർക്ക് വേണ്ടിയാ? അമ്മയ്ക്ക് വേണ്ടിയല്ലേ? ഇനി നിർമ്മലാന്റിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇടയ്ക്കിടയ്ക്ക് ഗൗതം ആന്റിയെ കാണാൻ പോകുന്നുണ്ട്. എല്ലാം അറിയിക്കാനായിരുന്നെങ്കിൽ ആന്റിക്ക് തന്നെ ഗൗതമിനോട് എല്ലാ സത്യവും പറഞ്ഞാ പോരെ? നിർമ്മലാന്റി അത് പറയില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? അമ്മയോട് നിർമ്മലാന്റിക്കുള്ള സ്നേഹം കൊണ്ട്. പഴയ കൂട്ടുകാരി സങ്കടപ്പെടുന്നത് കാണാൻ വയ്യാത്തതുകൊണ്ട്. നിർമ്മലാന്റി അമ്മയോട് ഇത്രയും സ്നേഹം കാണിക്കുമ്പോ ആ പെറ്റമ്മയോട് ഒരല്പം കരുണ തിരിച്ചു കാണിച്ചൂടെ അമ്മ? ദിവസങ്ങൾ എണ്ണിക്കഴിയുന്ന അമ്മയ്ക്ക് സ്വന്തം മകനോടൊപ്പം അവസാന ദിവസങ്ങൾ കഴിച്ചു കൂട്ടാനുള്ള ഒരു അവസരം, അതാ ഞാൻ ചോദിക്കുന്നത്. അമ്മ അതിന് സമ്മതം മൂളിയ ദൈവം പോലും അമ്മയെ അനുഗ്രഹിക്കുകയുള്ളൂ. നിർമ്മലാന്റി എവിടേക്ക് കൊണ്ടുവരരുതെന്ന് അമ്മയ്ക്ക് ഇപ്പൊ എന്നോട് ആജ്ഞാപിക്കാം. ഗൗതമിനെ സത്യം അറിയിക്കരുതെന്ന്